ഞാൻ ഇന്ന് എൻ്റെ അകോ എല്ലാം ഒന്ന് തുടക്കാൻ വേണ്ടി നോക്കലാണ്. അകോ അറിയോ എല്ലാം ഒന്ന് തുടക്കാൻ വേണ്ടി ഡെറ്റോൾ ഒഴിച്ചിട്ട് തുടക്കാൻ വേണ്ടി നോക്കലാണ്. കച്ചറിയൊന്നും ഇല്ല, എന്നാലും കുറച്ച് പൊടിയെല്ലാം ഉണ്ട്. മുറ്റത്ത് വെച്ചും പൊടിയാണ്. ആ പൊടി ചവിട്ടിയിട്ട് കയറുമ്പോൾ ഇതിൻ്റെ ഇതുണ്ടാവില്ലേ. ഞാനൊന്ന് തുടക്കട്ടെ. നമ്മൾ രാവിലെ എപ്പോഴും വിചാരിക്കും എല്ലാ പണിയും ഒരുങ്ങിയിട്ട് ഇരിക്കണമെന്ന്. എല്ലാ പണിയും ഒരുങ്ങിയിട്ട് സമാധാനത്തിലിരിക്കണം. നമുക്ക് എപ്പോൾ സമാധാനം? നമ്മളെ പണിയെല്ലാം ഒരുങ്ങൂല. ആ പണി എടുക്കുന്നതിൻ്റെ നടുക്ക് വന്നിട്ട് ഫോൺ വന്നിട്ടും അങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ നേരെ പോകും. ഫോണ് കണ്ണു എടുത്താൽ പിന്നെ ആ ഫോൺ വെക്കുന്ന പ്രശ്നമില്ല, പിന്നെ അതിനുമില്ലായി. പിന്നെ നമ്മളെ പണി ഒരുങ്ങണ്ടേ? അതാണ് അവസ്ഥ. എല്ലാ പണി ഒരുങ്ങിയിട്ട് നമ്മൾ ഇരിക്കുന്നതാണെങ്കിൽ നമുക്ക് നല്ല സമാധാനത്തിലിരിക്കാം. അത് ഒരുങ്ങുകയും ചെയ്യാം. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? എന്തെല്ലാം പണിയുണ്ട് വീട്ടിലിരിക്കുമ്പോ. പണിക്ക് പോന്നെയാണെങ്കിൽ വീട്ടിലെ പണി ഒരുങ്ങും, പുറത്തെ പണി ഒരുങ്ങും, എല്ലാം ഒരുങ്ങും. രാവിലെ തന്നെ എല്ലാ പണിയും ഒരുങ്ങും. ഇത് വീട്ടിൽ തന്നെ നിൽക്കുന്നതാണെങ്കിൽ വീട്ടിലിങ്ങനെ ഇരുന്ന് നേരം കൂട്ടി ഒരിക്കൽ ഫോൺ എടുത്ത് നോക്കി. അപ്പോഴൊക്കെ ആരെങ്കിലും ഒരാൾ വിളിച്ചിട്ട് സംസാരിക്കുന്ന 1 മണിക്കൂറായി. പിന്നെ എവിടെയാ പണി ഒരുങ്ങുക? ഇന്നലെ എടുക്കുന്ന പണി തേച്ചവിടെ ബാക്കിയായി. ചെറുങ്ങനെയൊന്നും തുറക്കുകയോ വേണ്ടു, അങ്ങനെ വലിയ കച്ചറിയൊന്നുമില്ല. നമ്മളുണ്ടല്ലോ എപ്പോഴും പണി എടുക്കണം, നമ്മൾ അധ്വാനിക്കണം. അധ്വാനിക്കുമ്പോൾ നമുക്ക് നല്ല ഉന്മേഷം ഉണ്ടാവും. നമ്മൾ പണ്ടെല്ലാം വീട്ടിലെ അമ്മയോ ബാക്കി ഏച്ചിമാരോ എല്ലാവരും പണിയെടുക്കാനുണ്ടാവും. നമ്മളങ്ങനെ പണിയൊന്നും എടുക്കൂലല്ലോ. എന്നാലും ചെറുതിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടിട്ട് എല്ലാ പണിയും ഓരോന്നായിട്ട് എടുക്കാൻ തുടങ്ങി. നമ്മൾ മടിച്ചെന്നെയായിരിക്കും. എന്നാലും ഒരു പണി എടുക്കാൻ തോന്നൂല. ഈ പണി എടുത്തോണ്ടിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും നല്ല ഉന്മേഷം ഉണ്ടാവും, ഉഷാറുണ്ടാവും, പണിയെടുക്കാൻ തോന്നുകയും ചെയ്യും. അങ്ങനെയല്ലേ കാര്യങ്ങള്? നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങിയിട്ട് നമ്മളെ അച്ഛനും അമ്മയും നമ്മളെ പണി പഠിപ്പിച്ചിട്ടുണ്ട്. നേരം എടുക്കുന്ന പണിയാണ്. അതുകൊണ്ട് എവിടെ പോയടുത്തൊന്നും ഒരാൾക്കും പറയാൻ കഴിയില്ല പണിയെടുക്കൂല, ആ പെണ്ണിന് പണി അറിയില്ല. ഞാനൊന്നും സ്കൂള് പഠിച്ച് വന്നിട്ട് ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് പോയ സമയത്തുണ്ടല്ലോ, പിന്നെ സ്നേഹിച്ചേച്ചിയാണ് കേട്ടാ. പിന്നെ പോയിട്ടാണെങ്കിലോ പേടിയെന്ന് പറഞ്ഞാൽ മരണപ്പേടിയാണ്. ആടെ എത്തുമ്പോൾ എലിക്കുഞ്ഞിക്ക് വറക്കും പോലെ വറക്കും. പിന്നെ എന്നിട്ട് പോയിട്ട് ആടുന്ന് നമുക്ക് അറിയാത്ത പണി എടുക്കാൻ തുടങ്ങി. അരി പാറ്റാനും ചേറാനും ഒന്നും അറിയില്ലല്ലോ. ഇവിടുന്ന് ആടെ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം പഠിക്കലായി, എല്ലാം അറിയാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ഓരോ സ്ഥലത്തെത്തിയാലും നമ്മൾ അറിയാത്ത പണിയും നമ്മൾ പഠിച്ചു പോകും. അങ്ങനെ എന്നിട്ട് ഞാൻ അവിടുന്നിങ്ങനെ പണിയെടുക്കുന്ന കാണുമ്പോൾ അരുവത്തുനിന്നിങ്ങനെ അടുത്തുള്ള മൂത്തമ്മ വന്നിട്ട് പറഞ്ഞു, ഈ പെണ്ണിനെയപ്പാ അതിൻ്റെ അമ്മ ഇതെല്ലാം പഠിപ്പിച്ചിരുന്നു. പിന്നെ ഞാൻ അരി പാറ്റും ചേർന്ന് നിന്നടിച്ച്. അപ്പോൾ എന്ത് പഠിപ്പിച്ചിട്ടാ മേടിച്ചിട്ട് ചെയ്യാം. നമ്മളൊരു വീട്ടിലെത്തിയാലും നമ്മൾ ആ വീട്ടിൽ അവിടെ പേടിയുണ്ടെങ്കിൽ നമ്മൾ പേടിച്ചിട്ട് ചെയ്യും എല്ലാ പണിയും. അങ്ങനെ പേടിച്ച് ചെയ്ത് പിന്നെ നമുക്കെല്ലാം അറിയാൻ തന്നെയായി. അങ്ങനെയാണ് സംഭവം. മറ്റേ ആരും ഒന്നും എഴുതി പഠിച്ചിട്ടല്ല, നമ്മളെല്ലാം ഓരോരാൾക്ക് കണ്ടുപഠിച്ചിട്ടും ഓരോരാൾ ചെയ്യുന്ന പഠിച്ചിട്ടും നമ്മളെ കൊണ്ട് വീട്ടുകാർ ചെയ്യിപ്പിച്ചിട്ടും അങ്ങനെയാണ് നമ്മളെല്ലാ ജോലിയും പഠിക്കുക. എഴുതി പഠിച്ചിട്ടൊന്നും ജനിച്ചിട്ട് വന്നവരാരുമില്ല. അങ്ങനെയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഞാനിപ്പോ ക്യാമറ പിന്നെ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ഉള്ളത്. ആദ്യം ഒരു സ്റ്റാൻഡ് വാങ്ങി, അത് പൊട്ടിപ്പോയി. ആ പൊട്ടിപ്പോയ സ്റ്റാൻഡിന് ഒരു കുപ്പിയെല്ലാം മുറിച്ച് വെച്ച് അങ്ങനെ പൊളിച്ച് വെച്ചിട്ടാണ് ഉള്ളത്. മറ്റേ സ്റ്റാൻഡിൽ ക്യാമറ വീഡിയോ പിന്നെ ഫോൺ മുറിയത്തിൽ വെക്കാൻ പറ്റൂല. അതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ മുറിയത്തിൽ തന്നെ വെക്കണമല്ലോ. അതിപ്പോൾ ഞാനൊരു യൂട്യൂബിൽ നിന്ന് കണ്ടതാണ്. നമുക്കൊന്നും അറിയില്ലേനു. നമ്മൾ ആദ്യം വീഡിയോ എടുക്കുമ്പോൾ എല്ലാം ഇങ്ങനെ കുത്തനെ തന്നെ എടുത്തിട്ട് നോക്കുമ്പോൾ നമുക്ക് ഒറ്റ വ്യൂസ് കിട്ടുന്നില്ല, കുത്തനെ എടുത്തിട്ട്. അങ്ങനെ ആയിട്ട് ഞാനൊരു യൂട്യൂബിൽ നോക്കി. ഒരു യൂട്യൂബിൽ കണ്ടിട്ടാണ് നമ്മൾ പിന്നെ ഇങ്ങനെ മുറിയത്തിലെടുക്കാൻ തുടങ്ങുന്നത്.
സുനിത്തിന് എടുക്കാൻ തുടങ്ങിയിട്ട് ഒരു യൂട്യൂബില് അല്ല ഒരു വീഡിയോ ഇങ്ങനെ കുറച്ച് കാണുന്നുണ്ടായി, കുറച്ചാൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പിന്നെ അങ്ങനെ എടുക്കുന്നതിന് വ്യൂസേ കിട്ടില്ല. എന്നിട്ട് അങ്ങനെയല്ലോ പൊളിച്ചു വെച്ചിട്ടാണ് ഉള്ളത്. ഫോൺ എടുക്കത്തായ വീണു പോയിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. പുതിയ ഫോണാണ്. നമ്മൾ ഒറ്റക്ക് നേരിച്ചിട്ട് ഒരു പണി ഒഴിവാക്കാൻ പാടില്ല, എല്ലാ പണിയും ചെയ്യണം. നമ്മൾ വന്നത് ഒറ്റക്കാണ്, നമ്മൾ പോകുന്നത് ഒറ്റക്കാണ്. പിന്നെ നമ്മളെന്തിനാ പേടിക്കുന്നത്? ഞാനിപ്പോ ജീവിക്കുന്നത് ഒറ്റക്കാണ്. നമുക്ക് ദൈവം ഒരു കഴിവ് തന്നിട്ടുണ്ട്. ആ കഴിവ് നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ഓരോന്നും ചെയ്യാം. അയ്യോ ഞാനങ്ങനെ ഒറ്റക്ക് വീഡിയോ എടുക്കുവാന്ന് തോന്നിയാൽ ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒറ്റക്ക് ഇപ്പോൾ വീഡിയോ എടുക്കുന്നു. എത്ര വീഡിയോ ഷോർട്സ് വീഡിയോ തേച്ച് ഞാനിപ്പോൾ ഒറ്റക്ക് എടുക്കുന്നു. അത് സ്റ്റാൻഡ് വെച്ചിട്ട് എല്ലാവരും അങ്ങനെ ചെയ്യുന്നത്. ഒറ്റക്ക് ആവൂല എന്ന് നമുക്ക് തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ആവൂല. നമ്മൾ ഇവിടെ എത്തി, ഇത്രയും മധ്യവയസ്കയായി കഴിഞ്ഞു. പിന്നെ എത്ര വേണമെന്ന് നമുക്കറിയില്ല. ഞാനുണ്ടല്ലോ ഏതായാലും ഒരു വിഷമില്ലാതെ തന്നെ ഞാൻ ജീവിക്കും. ദൈവം നമ്മളെ എവിടെ എത്തിക്കുന്നത് അത്ര വരെ ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കും. അനക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. പിന്നെ നമ്മളെ മനുഷ്യന്മാരെ തോൽപ്പിക്കാൻ നോക്കിയാലും നമ്മൾ തോൽക്കില്ല. എങ്ങനെ ഏതെല്ലാം തരത്തിൽ നമ്മളെ തോൽപ്പിക്കാനും പറ്റിക്കാനും നോക്കിയാലും നമുക്ക് പറ്റൂല. പക്ഷെ ദൈവം മേലുള്ള ഒരാൾ വിചാരിക്കണം, നമ്മളെ സൃഷ്ടിച്ച ഒരാളുണ്ട്. അയാൾ നമുക്കൊരു സമയം തന്നിട്ടുണ്ട് ഭൂമിന്റെ മേല. അയാൾ വിചാരിക്കണം നമുക്ക് എന്തെല്ലാം എങ്ങനെയാണ് നമുക്ക് വേണ്ടത്, നമ്മളെങ്ങനെയാണ് ജീവിക്കേണ്ടത്. പിന്നെ ഒറ്റപ്പെട്ടിട്ടാണോ, ആളെ കൂട്ടത്തിലാണോ, ജോലി ചെയ്തിട്ടാണോ, വീട്ടിലിരുന്നിട്ടാണോ, എല്ലാം മേലുള്ള ആള് വിചാരിക്കണം. എന്നാലാണ് നമുക്ക്, അതാണ് നമ്മളെ ജീവിതം. മറ്റേ മനുഷ്യന്മാർ നമ്മളെ തോൽപ്പിക്കാൻ നിന്നാലും നമ്മൾ തോൽക്കൂല. ആരും തോൽപ്പിക്കാൻ നോക്കുകയും വേണ്ട, തോൽപ്പിച്ചിട്ട് കാര്യവും ഇല്ല. നമ്മൾ തോൽക്കൂല. മേലുള്ള ഒരാൾ വിചാരിക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധിയും പ്രയാസവും തരണം ചെയ്തിട്ടാ ഇവിടെ എത്തിയെന്നറിയാം. എല്ലാവരും അങ്ങനെ തന്നെയാണ്. മുക്കാലും ആള് അങ്ങനെ തന്നെയാണ്. നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാവരും ഓരോ നിലയിൽ പിന്നെ എത്തുന്നത്. പക്ഷെ നമുക്കങ്ങ് കൊമ്പത്തൊന്നും വേണ്ട, ഇങ്ങനെ അധ്വാനിച്ചു പോകാനുള്ള കഴിവ് മാത്രം ദൈവം തരണം എന്നുള്ള ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. അങ്ങനെ നമ്മള് എന്താ പറയണ്ട, ഇത്ര വരെ എത്തി. ഇപ്പൊ 54-ാമത്തെ വയസ്സിലെത്തി. അങ്ങനെ നമുക്ക് എല്ലാം കണക്കാക്കുന്നത് ദൈവം എന്ന് പറഞ്ഞ ഒരാളാണ്. ചില ആൾക്കാർ നമ്മളെ പൊട്ടനാക്കാൻ നോക്കും, പൊട്ടത്തിയാക്കാൻ നോക്കും. എന്തെങ്കിലും പറഞ്ഞിട്ടും ആക്കിയിട്ടും നമ്മളെ പേടിപ്പിച്ചിട്ടും എന്തെങ്കിലും പറഞ്ഞു പേടിപ്പിച്ചിട്ടും, നീ എങ്ങനെയാ ഒറ്റക്കീട നിൽക്കുന്നണേ, നിനക്ക് പേടിയൊന്നും ഇല്ല എന്നെല്ലാം ചോദിക്കും ഓരോരാള്. പക്ഷെ നമ്മൾ പേടിച്ചിട്ടുന്ന കാര്യോ? അവര് വരുവാ നമുക്കെപ്പോ കൂട്ടിന്? ഈ ചോദിക്കുന്ന ആള് വരില്ലല്ലോ. അന്നേരം എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മളങ്ങ് ജീവിച്ചു പോയിക്കൊള്ളുക. അതിന് ഫാനിട്ട് വെച്ചിട്ടുണ്ട്, അത് ഉണങ്ങട്ടെ. അതെൻ്റെ റൂമാണ്. ഇനി അടുക്കളയിലേക്കാണ് യാത്ര. അടുക്കള ഞാനെപ്പോൾ കഴുകലാണ്. അടുക്കള എനിക്ക് തുടക്കലില്ല. എപ്പോൾ കഴുകിയിട്ട് കുളിമുറിയിലേക്ക് അങ്ങ് വിടും വെള്ളം. അന്നേരം നല്ല വൃത്തിയാണ്. അന്നേരമാണ് തൃപ്തി എന്ന് പറയുന്നത് അന്നേരമാണ്. ഇത് പിള്ളേർ വന്ന് ചവിട്ടിയിട്ട് അന്തോളം മുറ്റത്ത് കിഞ്ഞിട്ട് കയറിയിട്ടു പിന്നെ പൊടി ഇങ്ങനെ പരിയിരിക്കും. മറ്റു വേറെ കച്ചറയൊന്നും ഇല്ല, ഒന്നും വൃത്തിയോടൊന്നും ആവില്ല. എന്നുവെച്ചാൽ ആളില്ലല്ലോ അധികം. അതുകൊണ്ട് അന്നേരം ആ പൊടി പരിയിരിക്കുമ്പോൾ തന്നെ ഒരു വിഷമം. അതാണ് സംഭവം. ഇത് എങ്ങുമ്പൊക്കെ വേറെ പണി കാണും. ഇത്രയും ദിവസം ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കല, ഒരു പണി
പണി കൊടുക്കാണ്ടിരിക്കലാണ്. കാരണം കുറേ ഇത്രയും ദിവസം കഷ്ടപ്പെട്ടു, ഇത്രയും നാള് 5 മാസം നിർത്താതെ ഒരേ പണിയാണ്, ഒരു ദിവസം റെസ്റ്റ് ഇല്ലാത്ത പണിയാണ്. ഇപ്പം ആ പണി തീർന്നതിന് ശേഷം ഞാനിപ്പോൾ 2 1 മാസം തന്നെയായി വീട്ടിൽ തന്നെ ഇരിക്കുന്നു. വീട്ടിലിരിക്കുവാന്ന് വെച്ചാൽ മറ്റേ വിറകാക്കല്, പിന്നെ ഓല വെട്ടി വെക്കല്, വിറകാക്കല്, പിന്നെ പുറത്ത് ചുറ്റുപാടുമെല്ലാം വൃത്തിയാക്കല്, നല്ല വൃത്തിയാക്കും മഴക്കാലാകുമ്പോഴേക്ക്. ഇപ്രാവശ്യം ഒന്നും കഴിയില്ല. ചൂട് എന്ന് പറഞ്ഞാൽ മരണ ചൂട്, എനക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല ആ ചൂട്. അതുകൊണ്ട് ഒന്നും കഴിയില്ല. വീട്ടിൽ തന്നെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നു. ഉള്ളിൽ ഇങ്ങനെയുള്ള പണിയെടുത്ത് മേലെ ഒന്നും കയറാനേ കഴിയില്ല. മേലെ കയറി വൃത്തിയാക്കലും ഇല്ല, കയറാൻ കഴിയുന്നില്ല. കയറിയാൽ ചൂട് കൊണ്ടാണ് നിൽക്കാൻ കഴിയുന്നില്ല. പണിയെടുക്കാൻ കഴിയണ്ടേ, ചൂട് കൊണ്ട് അത് കഴിയുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയാണ്. ഇപ്പൊ തൊഴിലുറപ്പുണ്ട്. തൊഴിലുറപ്പിന് പിന്നെ ഞാൻ പേര് കൊടുത്തിട്ടില്ല. കൊടുത്താൽ പിന്നെ അപ്പോഴൊക്കെ പണി വന്നിട്ടുണ്ടെങ്കിൽ പോവാൻ കഴിയില്ല. ഇപ്പൊ പ്ലാസ്റ്റിക്കിന് പറഞ്ഞിട്ടുണ്ട്. പ്ലാസ്റ്റിക്കും പശയും എല്ലാം വാങ്ങാൻ വേണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോ അത് വന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് അടിക്കണം, പിന്നെ അങ്ങനെയെല്ലാം പണിയുണ്ട്. അന്നേരം പിന്നെ അങ്ങനെ മരണപ്പടപ്പ് പഠിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ കുറെ പഠിച്ചില്ലേ, ഇനി കുറച്ച് അങ്ങനെ നിൽക്കട്ടെ. എന്താണല്ലേ നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. ഞാൻ രാവിലെ ചായ കുടിച്ചു. കൊയക്കട്ടിയും മുട്ടക്കറിയാക്കിയിട്ട് ചായ കുടിച്ചു. ഇനിയിപ്പം ഉച്ചക്ക് ചോറ് വെക്കണം. എൻ്റെ നൈമർ വന്നോണ്ട് തന്നെ എനിക്ക് സമാധാനമായി. ഓൻ എന്തെങ്കിലും പറ്റുമോയെന്ന് തന്നെ എനിക്കറിയില്ല. പക്ഷെങ്കിൽ ഞാനൊന്നും ചെയ്യുന്നില്ല. ഓനാണ് നിൽക്കട്ട്. ഓന് തോന്നി എന്ന് വെച്ചാൽ ഓൻ ചെയ്യട്ടെ. എല്ലാം വിധി പോലെ വരും. എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല ഓന. കാരണം ഞാൻ ഓനെ എത്ര സ്നേഹിച്ച്, ഓനെന്നെ അത്രക്ക് സ്നേഹിച്ച്. നമുക്ക് മനുഷ്യന്മാർക്കൊന്നും ഉണ്ടാവില്ല ഇത്ര ഒരു സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു സ്നേഹമാണെങ്കിൽ ഈ പൂച്ചക്കൊന്നും ആയിക്കല്ലോ. അങ്ങനത്തെ ഒരു സ്നേഹമാണ്. ഓന് ഭയങ്കര വിവരാണ്. ശരിക്ക് മനുഷ്യന്മാരോട് പറയും പോലുള്ള അവസ്ഥയാണ് ഓനോട് വർത്താനം പറയുമ്പോൾ. ഇനി വർക്കേറിയ സമയം എത്രയായോ എന്തോ. വർക്കേറിയയിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ട്, അതൊക്കെ എടുത്ത് മാറ്റണം. നൈമർ ഇവിടെ കിടന്നിട്ടുണ്ട്. നൈമറേ, മോനങ്ങോട്ടേക്ക്, മോനെ മോനങ്ങോട്ടേക്ക്. നൈമോ അവിടെ കിടന്നോ, കിടന്നോ, ഇവിടെ കിടന്നോ. ആ നൈമോ, മോനോട് വന്ന് കിടന്നോ. നൈമർ അവിടെ വന്ന് കിടന്നില്ല. ഇനി വർക്കേറിയും കൂടി ഒന്ന് തുറക്കണം. അല്ലായി ഇവിടെ ആ ഗ്യാസ് കുറ്റിയില്ല. ഈ ഗ്യാസ് കുറ്റി വെച്ച് ഞാൻ മുറ്റത്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും നമ്മളെ സാധനം വെച്ചെടുത്ത് എപ്പോഴും പൊടിയും കച്ചറിയും ഉണ്ടാവും അല്ലേ. എന്താണ് ഇതല്ലേ ഏടുന്ന വരുന്ന പോലെ ഈ പൊടിയല്ലോ. മോനാടെ കിടന്നേ, നൈമറാടെ കിടന്നേ. നൈമറേ, നീയല്ലേ എന്നെ കരീച്ചിനീ. എൻ്റെ മോനെ എവിടെയാ പോയിനേനു, എൻ്റെ നൈമൂട്ടൻ എവിടെയാ പോയിനീ. ഇതവിടെ നിൽക്കട്ടെ. ഇതും കൂടി ഒന്ന് തുടച്ചാൽ ഓക്കെ. ഞാൻ ഈ വർക്കേറിയും അടുക്കളയും ഞാൻ എപ്പോഴും കഴുകലാണ്. ഇത് തുടക്കുന്ന ഞങ്ങൾക്ക് ഇഷ്ടമല്ല. എന്നാലും പോട്ടെ, ഒന്ന് തുടച്ചേക്കാം. അതിന് ബാത്റൂമും കുളിമുറിയും കൂടി ഒന്ന്, കക്കൂസും കുളിമുറിയും കൂടി ഒന്ന് കഴുകണം.
എന്നിട്ട് കഞ്ഞി വെക്കേണ്ട കാര്യം നോക്കണം. കഞ്ഞി വെക്കാൻ പണിയൊന്നുമില്ല. റേഷൻ അരിയാണ്. റേഷൻ അരി ചോറും മസാലക്കറിയും ചക്ക വച്ചതും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ ഞാനിത് തുടച്ചിട്ട് ഞാനൊരു എത്തി. ഇനി ഇത് 1, 2, 3 വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് വേണം നല്ലോണം ഉണങ്ങട്ടെ. ഉണങ്ങുന്നവരെ ഞാനവിടെ പോയി ഇരിക്കാം. അതാണ് നല്ലത്. അഞ്ച് മിനിറ്റ് തീർന്ന പണിയേ ഉള്ളൂ. പക്ഷെ ഇത് തുടക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാൻ തുടക്കണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കെല്ലാം അങ്ങനെ ഉണ്ടാ. തുടക്കണം എന്ന് വിചാരിക്കും, തുടക്കുന്നിടത്ത് താഴെ വെക്കുവേ. എന്നിട്ട് പിന്നെയും വിചാരിക്കും അടുക്കട്ടെ ഇന്ന് കഴിയില്ല. എന്നിട്ട് പിന്നെ പിറ്റേത്തെ ദിവസം ആദ്യം തുടക്കട്ടെ വിചാരിക്കും, തുടക്കുന്നിടത്ത് താഴെ വെക്കുവേ. പിന്നെ എടുത്തിട്ട് അങ്ങ് മേലോട്ട് തന്നെ വെക്കും. അങ്ങനത്തെ എല്ലാ അവസ്ഥയാണപ്പാ എൻ്റെത്. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ ഞാൻ പണിക്ക് പോകുന്ന സമയമാണ് നല്ല വൃത്തിയാക്കുക. വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെ ആക്കൂടി. ഇപ്രാവശ്യം ഇങ്ങനെ പ്രത്യേകിച്ചും ചൂടുണ്ട്. ചൂട് എനിക്ക് സഹിക്കാൻ പറ്റുന്നേ അല്ല. ഇനി ഇത് കഴുകി വെക്കണം. ഇത് നല്ല ഡെറ്റോളും വെള്ളമാണ്. ഡെറ്റോളും വെള്ളം കക്കൂസിലേക്ക് അങ്ങ് ഒഴിക്കും. കക്കൂസിലേക്ക് അങ്ങ് ഒഴിച്ചിട്ട് കക്കൂസും കൂടി ഒന്ന് നല്ല വൃത്തിയിൽ കഴുകണം. കക്കൂസ് ഇങ്ങനെയൊന്നും പോരാ. കക്കൂസിലേക്ക് ഒഴിച്ചു. കക്കൂസിലേക്ക് ഒഴിച്ച് കയ്യും കഴുകി ഇനി കുറച്ച് സമയം അവിടെ പോയി ഇരിക്കട്ടെ. ഞാൻ ഒരിക്കലും വാതിൽ തുറന്നിടില്ല. പിന്നെ മുമ്പിൽ പോകുമ്പം ബാക്കിലത്തെ ഗിൽസാടി അടക്കും. ബാക്കിൽ പോകുമ്പം മുമ്പിലത്തെ വാതിൽ പൂട്ടും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് എല്ലാ ദിവസവും. എന്നുവെച്ചാൽ വല്ല നായോ പാമ്പോ എന്തെങ്കിലും അകത്ത് കയറി കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ്. എന്നാൽ ഓക്കെ, ഞാൻ തുടച്ചു കഴിഞ്ഞു. ഇനി അടുത്ത പണിയിലേക്ക് നോക്കട്ടെ. ശരിയേ.